സിറ്റിസൺ ആണോ കുട്ടി? ആ ഞാൻ സിറ്റിസൺ. എനിക്ക് കണ്ണില്ലല്ലോ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ചന്ദ്ര 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 ഇത് ഇപ്പൊ തന്നെ ദർശന ഞാൻ വിഷം വരുന്നില്ല. ഇത് കണ്ടോ, ചാമ്പ്യൻ ആണ് സിറ്റിയിലെ. പക്ഷെ ഇവര് തന്തയില്ല. അത് പറഞ്ഞ ആരും കളിയാക്കൂല. അല്ല അല്ല ചന്ദ്ര, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. കുട്ടി തന്തയില്ലാതിന്റെ വിഷമം പറയുവാണ് എന്റെ അടുത്ത്. അത് പറഞ്ഞപ്പോ ഞാൻ ആ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ. ചന്ദ്ര ഇപ്പൊ കണ്ട ചാമ്പ്യനായി. ആരെങ്കിലും ചന്ദ്രന്റെ അച്ഛന്റെ കാര്യം ചോദിക്കുന്നു? ഇല്ല, ചോദിക്കുന്നില്ല. ചോദിക്കില്ല, ഇടിക്കും. കണ്ടോ, ചാമ്പ്യനായി. നമ്മളുടെ അച്ചീവ്മെന്റ്സും തന്തയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അണ്ടിൽ നമുക്ക് തന്തയില്ലാത്തിടത്തോളം കാലം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എന്റെ അച്ഛനാണ് എന്നെ മോൾഡ് ചെയ്തെടുത്തത്. അപ്പൊ ഇന്ന് അതിന് ഞാൻ ഇടിക്കാൻ വന്നാണോ നീ എന്നെ പരിപാടി എങ്ങനെയാലും റൊമാൻറ്റിക് ആവാൻ നോക്കുമ്പോ സിറ്റി മൊത്തം ഇളകി അവിടെ വരും. ശരി താങ്ക് യു താങ്ക് യു. ഓ സുഖം 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 സുഖം. പേരെന്താ? ഡീൻ. ഹെൽമെറ്റ് ഒന്ന് ഒരുക്കിയടാ. ഹെൽമെറ്റ് പറ. നീ ആ 10 വട്ടം ചത്രനേറ്റ് വന്ന് ഇടിയോണ്ടവനല്ലേ? മൂക്കൊക്കെ പഴുത്തിരിക്കുന്നുണ്ടാ. അല്ലേടി കൊണ്ട് കേട്ടാ. ഇവനെ ഞാൻ തന്നെ ഒരു 5 വട്ടം കൊന്ന്. മൂക്കില്ല അവന്റെ മൂക്ക് നോക്കിയ അവസരം ബൾബ് പോലെ ഇരിക്കണം അവന്റെ മൂക്കം തെറ്റി. അപ്പുകുട്ടന്റെ ഗേൾ ഫ്രണ്ട് ആണ്. എടാ ഇത് അപ്പുകുട്ടന്റെ ഗേൾ ഫ്രണ്ട് ആണോ ശരിക്കും? ആ പറയടാ. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. എന്റെ ഒരു ഇല്ലിയാസ് മോനാണ്. ഓക്കേ ഇല്ലിയാസ്. ഓക്കേ ഓക്കേ ഓക്കേ. എന്റെ ബർത്ത്ഡേ ആയിരുന്നു. വിഷു അണ്ണ. ഓ ബേബി ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ബ്രോ. ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അണ്ണ. ഓക്കേ 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 ഓക്കേ. ഹലോ വാസണ്ണ. എടാ വാസു. ഹലോ നിന്നെ കക്ക പഠിപ്പിക്കാൻ കൊണ്ടുപോയാ ചന്ദ്ര മാന്യോട് സംസാരിക്കണേ. ആ നമ്മള് എവക്ക് മറ്റവക്കോട് ഓഹോ എടുത്ത് വെച്ചേക്കണോ? ഇതിനൊരു റിവെഞ്ച് എടുത്തേ പറ്റുള്ളൂ എനിക്ക്. ഇവന്മാരെ കൊണ്ട് ഏട്ടത്തിയമ്മയെന്ന് വിളിപ്പിക്കാം. അത് തന്നെയാണ് ഞാൻ ചെയ്യേണ്ടത്. ആ പറയടാ. എന്നാ ശ്രമിക്കുന്നതിന് ഒരു കാര്യം പറട്ടെ. അപ്പുക്കുട്ടനെ ഇഷ്ടമാട്ടാ ശരിക്കും. ശരിക്കും പുറകെ നടക്കുക. അവൾ അപ്പുക്കുട്ടനെ പറയാടക്ക. പക്ഷെ അപ്പുക്കുട്ടൻ മോന്തയ്ക്ക് നോക്കി തുപ്പിയണ. അപ്പുക്കുട്ടൻ മോന്തയ്ക്ക് നോക്കി തുപ്പിയോ? അതെ. തുപ്പി. അപ്പുക്കുട്ടന് വേണ്ട. വേണ്ട അപ്പുക്കുട്ടനെ വേണ്ട. പക്ഷെ ഇവക്ക് അപ്പുക്കുട്ടനെ മതി. അതെ അതെ ഇവക്ക് അപ്പുക്കുട്ടനെ മതി. പക്ഷെ ലൈന് ക്ലിയർ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചിലപ്പോ വീണവരും കണ്ണന്റെ ട്രൈയിൽ ആരാ വെക്ക. എടാ മോബി, ഈ ഊമ്പല ഉപദേശം ഉണ്ടല്ലോ നീ ഒരുമിച്ച് എന്റെ അടുത്തോട്ട് കൊണ്ടുവരല്ലേ? ഇല്ലടാ, ഇത് ഞാൻ സെറ്റ് ചെയ്ത ഞാൻ അപ്പുക്കുട്ടന്റെ മുഖത്ത് എങ്ങനെ നോക്കും? അത് ശരിയല്ലേ? അല്ല അപ്പുക്കുട്ടനെ വേണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം അപ്പുക്കുട്ടന്റെ മുഖത്ത് കുഴപ്പമില്ലല്ലോ. എടാ അപ്പുക്കുട്ടന്റെ ചറക്കി വിടും കേട്ടാ. അപ്പുക്കുട്ടന്റെ ഏത്തിയമ്മയായിട്ട് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ്. എനിക്ക് ദർശനക്ക് ഒരു പേഴ്സണൽ ടൈം ഒരു സെക്കൻഡ്. ദർശനം ഒന്നും കൂടി വരുമോ? ദർശനക്ക് ശരിക്കും അപ്പുക്കുട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നോ? അണ്ണാ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. അണ്ണന്റെ ജീവിതത്തിൽ അങ്ങനെ ആർക്കെങ്കിലും നമ്മളോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ? പിന്നെ എത്ര പേരോട്? ഏട്ടുണ്ടല്ലേ അണ്ണാ? എനിക്കുണ്ടല്ലോ നമ്മുടെ ഏറ്റവും നല്ല ഒരു ഫ്രണ്ട് ആയിരിക്കും നമ്മുടെ നല്ലൊരു ബോയ് ഫ്രണ്ട് ആവാൻ പറ്റത്തുള്ളൂ. സത്യല്ലേ? അത് ശരിയാണ്. അപ്പോ ഞാൻ ഇവിടെ സിറ്റിയിലോട്ട് വന്നപ്പോ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അപ്പുക്കുട്ടൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അവനോടൊരു ചെറിയൊരു ഇഷ്ടം തോന്നി. ഞാനത് അവനോട് പറഞ്ഞപ്പോ അവന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. റിയൽ സിഗ്മ. പിന്നെ
നമ്മളോട് താല്പര്യം ഇല്ലാത്തപ്പോ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് വിഷമൊക്കെ ഉണ്ടായി, എന്നാലും ഇപ്പൊ ഞാൻ ഓക്കെ ആയി തരും. ആണല്ലേ? ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അണ്ണന്റെ ക്രഷിന്റെ പേരെന്ത്? എത്രാമത്തെ? അല്ല ലാസ്റ്റ് ലാസ്റ്റ് ക്രഷ് ലൂസി. ലൂസി. ലൂസി എവിടെ? അറിയില്ല. ലൂസിക്ക് തിരിച്ച് അണ്ണനെ ഇഷ്ടായിരുന്നോ? അറിയില്ല. അതങ്ങനെയാണ്, നമ്മൾ സ്നേഹിക്കുന്നവരൊന്നും നമ്മളെ തിരിച്ച് സ്നേഹിക്കണം, നമ്മൾ വാശിടിക്കാൻ പാടില്ല. നമുക്കായിട്ടുള്ള ആൾക്കാർ എപ്പോഴാണേലും എവിടെന്നെങ്കിലൊക്കെ വരും. ശരിയാ. ഞാനിപ്പോ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. ആരും പറഞ്ഞില്ല ഇങ്ങനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ലേ? ആദ്യമായിട്ട് എന്നോട് ചോദിച്ചില്ലാരും. നമുക്കായിട്ടുള്ള ഒരാൾ എപ്പോഴാണേലും വരുമല്ലോ, നമ്മളെ തേടി വരും. ഇപ്പോഴും മനസ്സിൽ അപ്പുകൂട്ടനുണ്ടല്ലേ എവിടെയോ? ഞാൻ മറന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി മറന്നിട്ടില്ലല്ലേ? നമുക്ക് കുറച്ച് ടൈം എടുക്കുമല്ലോ. അതെ അതെ സത്യം. ഒരു ഒറ്റയടിക്ക് നോ എന്ന് പറയാൻ എളുപ്പമാണല്ലോ, പക്ഷെ നമുക്കത് മനസ്സിൽ നിന്ന് കളയാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അതെ. ഞാൻ മറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. എന്റെ മറക്കാരും മരുന്നുണ്ട്, തരട്ടെ? ഒരു മിനിറ്റ്. അല്ലാതെ ശരിയാ. എനിക്കുമ്പത്തേക്ക് എല്ലാം മറക്കും. ഇല്ല ഇനിയുണ്ട്, കഴിഞ്ഞില്ല. പെട്രോൾ എടുത്തടാ. അവിടെ വായ ഇനി ചിന്നിച്ചു വീണ്ടും എണ്ണിച്ചേ. എടാ എനിക്ക് ലവ് ഒന്നും സെറ്റ് ആവില്ലടാ. അങ്ങനെ പറയാൻ അണ്ണനുള്ള ഒരാൾ എവിടെയോ ഉണ്ട്, വരാൻ ഇത്തിരി സമയം. എടാ പുതിയ കുറെ കൊച്ചുങ്ങൾ വന്നിട്ടുണ്ട്, ബുക്ക് ആയിട്ടില്ല. ബുക്ക് ആയിട്ടില്ല, ബസ് ട്രെയിൻ വല്ലോ ആരും അങ്ങനെ ആരും എടുത്തിട്ടില്ല. കുട്ടിയുടെ ഡാഡി പൊക്കി പൊക്കി ഇട്ട് എടുക്കുക. ഡാഡിക്ക് പവറൊക്കെ ഉണ്ടായിരുന്നു. ഡാഡി അല്ലല്ലോ, അത് മമ്മി അല്ലേ? മമ്മിയാണ്, പക്ഷെ മമ്മി ഒരു ഡാഡി ആണല്ലോ. അല്ല, ഡാഡി ഒരു മമ്മിയാണ്. മമ്മി ഇവിടെ കുറച്ചും കൂടെ മാറ്റി. അവളാ പറഞ്ഞത്, അവളങ്ങനെ പറഞ്ഞത്. മമ്മി ഒരു ഡാഡിയാണ്, ഡാഡി ഒരു മമ്മിയാണ്. എടാ അവളുടെ ശരിക്കും ഡാഡി ഒരു മമ്മിയാ. അവളുടെ ശരിക്കുള്ള മത്തി ശിവൻ. ഹലോ, ബെല്ലാരി ഓൾഡോണ. പ്രദർശന എനിക്ക് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ആണല്ലേ? അപ്പുകൂട്ടനെ ഓർമ്മയുണ്ടോ? ഉണ്ടല്ലേ? എനിക്ക് ശരിക്കും നല്ല ചോദിക്കാം. അപ്പുകൂട്ടർ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? പറഞ്ഞു തുറന്നു പറഞ്ഞു, കുഴപ്പമില്ല. അല്ല അത് തുറന്നു പറഞ്ഞു. ഓർമ്മയുണ്ട്, ഒരു ഒറ്റ ബുദ്ധി മരുന്നുണ്ടായിരുന്നു. പ്രപ്പോസ് ചെയ്തു പോടാ. ഇന്ന് അത് ഭീഷണിയുടെ പുറത്തുള്ള മറുപടിയാണ്. പരുന്തോസിനെ നിങ്ങൾ അങ്ങനെയാണോ വിചാരിച്ചേ? ഇന്ന് കാണുന്ന പെണ്ണിനെ പെട്ടെന്ന് കയറി പ്രപ്പോസ് ചെയ്തൊന്ന്. ഞാൻ മറന്നു. അതാ പറഞ്ഞേ, കാരണം ഓർക്കാൻ വഴിയില്ലല്ലോ. അതെ, നമ്മള് മറന്നുപോയി. അത്രക്ക് ഗതികേടൊന്നുമില്ല പരുന്തോസിന്, മനസ്സിലായ? സത്യം. പേരെന്ത്? എന്റെ ഒക്കെ റോൾ മോഡൽ അണ്ണനായിരുന്നു. ഞാനിപ്പോഴും സ്റ്റിൽ സിംഗിൾ അല്ലേ? അതെ, കണ്ടോ? ഏത് ഒരു പെൺകൊച്ചോട് സിറ്റിയിൽ കഥ കേൾക്കാൻ പാടില്ല. കഥ പറയുമല്ലേ അണ്ണന്റെ അടുത്ത്? അതെ ആണല്ലേ?
അല്ല നേരത്തെ പറഞ്ഞ സിഗ്മ അത് വേണ്ട. സിഗ്മ അണ്ണ സിഗ്മ. അത് ഞാൻ നിന്നോട് മാത്രം പറഞ്ഞ കാര്യമാണ് ഗോകു. സോറി, ക്ഷമിക്കണേ ക്ഷമിക്കണം. അത് പൊതുസഭയില് അത് പറയാൻ പാടില്ലേ? ഓ ഒരിക്കലും ഇല്ല, ഒരിക്കലും ആ ഇല്ല. ഇത് കോച്ച് സാറല്ലേ വരുന്നത് അണ്ണാ. ഒരു സെറ്റ് ഇന്ന് കിട്ടിയ അടി പോരാന്ന്. അളി മത്തി അലുവ വരുന്ന വീട്ടില്. എന്താ അങ്ങനെ ഏ കോച്ച് യെസ് പറഞ്ഞോ കോച്ച്. ഇല്ലടാ ഒന്നും പറഞ്ഞിട്ടില്ലടാ. യെസ് പറഞ്ഞ ചട്ടത്തിന് അടി കിട്ടും. നമസ്കാരം വാസവണ്ണ. അയ്യോ നമസ്തേ. വാസവണ്ണന് സുഖമാണോ? നോ വേ, സുഖേ അല്ല. ഞാൻ വാസവണ്ണന് വേണ്ടി ഒരു പാട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ രണ്ടു വഴി പാടട്ടെ വാസവണ്ണന് മാത്രമായിട്ട്. ഓ പഠിക്കും കേൾക്കണം. എന്താ റെഡി കേൾക്കാം? 1 2 3 പറയണേ വാസവണ്ണ. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. അണ്ണാവേ വണങ്ങാതെ ഉയിരില്ലേ, അണ്ണാവേ വണങ്ങാതെ ഉണർവില്ലേ, ചന്ദ്രന്റെ മരുന്ന് തോളിൽ ആവശ്യമായി. നിന്ന് മണ്ണിൽ വന്ന പെറ്റ തായ് പെറ്റ തന്തേ എന്ന് ഒന്ന് അണ്ണാ, അണ്ണാവേ വണങ്ങാതെ ഉയിരില്ലേ, അണ്ണാവേ മണങ്കാതെ ഉണർവില്ലേ. ഉണർന്ന് കണ്ടപ്പോ തന്നെ ഉണർന്ന്. അല്ല അല്ല ഞാൻ പറഞ്ഞത് സൂപ്പർ, നല്ല രസമുണ്ട്. എന്നെ എറിയുന്നണ്ണ എന്തിരുത്. അത് ഐസാണ്, പകരം ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച വേറൊരു സാധനമാണ്. അത് ഐസായത് നിന്റെ ഭാഗ്യം നോക്കിയാൽ മതി. അതെ അണ്ണാ അണ്ണാ അനുഗ്രഹിക്കണം അണ്ണാ. ഓ ഉറപ്പായിട്ടും നന്നായി വരട്ടെ. ഒടിഞ്ഞു പോട്ടെന്നില്ലേ അല്ലല്ല നന്നായി വരട്ടെ. മനസ്സിലായോ? കോച്ച് എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ. ഇന്നാണ് എനിക്കത് മനസ്സിലായത്. വാസവണ്ണ, ഞാൻ കോച്ചിന് തമിഴിലൊരു ലെറ്റർ കൊടുത്ത് വായിക്കാൻ അറിഞ്ഞൂടാ. താത്തോട്ടെ എന്റെ ടേബിള്. പഠിക്കൊന്നും പോയിട്ടില്ല. നാളെ സിറ്റി ഇല്ലെന്നോ? എന്താ എന്താടാ അല്ല അവളുടെ അഭിനയം പോയോ? ഐസ് മാതിരി എറിയണോ നോക്കി നിനക്കെ? സത്യല്ലേ? അവസാനാ ആ പറ ദർശന. എന്നെ ഇങ്ങനെ കളിയാക്കാൻ പറ്റിട്ട് ഞാൻ എന്ത് തെറ്റ് ഇവരോടൊക്കെ ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. ഇനി വഞ്ഞു ദർശന ശരിക്കും ഉണ്ടല്ലോ, കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല ആരുടെടുത്തും. ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്ത് വെക്കണം. എന്റെ കൂടെ നടക്കൂ. വരും. ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല ആൾക്കാരുടെ അടുത്ത്. ഇതെല്ലാം ഇങ്ങനെ തുറന്നു പറഞ്ഞതിന് തന്നെയാണ് പ്രശ്നം. ശരിയല്ലേ? അതെ, ചില കാര്യങ്ങൾ ഞാൻ നമ്മൾ എല്ലാരെയും പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കണം. അത് ചില്ലറ സൂക്കേടല്ല അത്. അങ്ങനല്ല, അത് നമ്മള് ഈ ഇപ്പോഴത്തെ കാലത്ത് അത് ചെയ്യാൻ പാടില്ല. അത് നമുക്ക് എല്ലാരെയും അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റൂലല്ലോ. അത് ശരിയാ. നമ്മൾ ഈ വെളിയിൽ നിന്ന് കാണുന്നത് പോലെ ആയിരിക്കത്തില്ല ആൾക്കാര്. നമ്മൾ അടുത്തറിയുമ്പോഴായിരിക്കും ഇവരെയൊക്കെ തനിക്കോണം മനസ്സിലാവണം. ഇപ്പൊ ദർശനെ വെളിയിൽ നിന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ക്രഷ് ഒന്നും ഇല്ലാതെ സിംഗിൾ ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും. ഞാൻ അറിഞ്ഞു ക്രഷ് ഉണ്ടെന്ന്. ഓ അങ്ങനെ. അതെ നമുക്ക് ആൾക്കാരെ. ഇപ്പൊ 7-8 ക്രഷ് ഇല്ലേ? അത് പക്ഷെ എന്റെ വെളിയിൽ നിന്ന് കണ്ടാ പറയൂലല്ലോ. അതിന് ഞാൻ പറഞ്ഞത് സിംഗിൾ ആണ്. ഞാൻ സിംഗിൾ ആണ്. കാരണം ഞങ്ങൾ കപ്പിൾസ് ആയില്ലായിരുന്നല്ലോ. അത് ശരിയാ. കപ്പിൾസ് ആയാലല്ലേ സിംഗിൾ അല്ലാണ്ടിരിക്കത്തുള്ളൂ. ഞാൻ സിംഗിൾ ആണല്ലോ. പക്ഷെ ഈ വെളിയിൽ നിന്ന് കാണുന്നത് വെച്ച് നമുക്ക് ഒരാൾ ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞു വന്നത്. ശരിയാ. ഞാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ വെളിയില് പറഞ്ഞോ, ഈ 8 പേര് എങ്ങനെയാണ് വന്നത് അതൊന്ന് പറയോ? എന്റെ അടുത്ത് ചോദിച്ചത് ക്രഷ് ആരാന്നല്ലേ, ലവർ ആരാന്നല്ലോ. ഈ ക്രഷ് എന്ന് പറയുന്ന സാധനം നമുക്ക് മാത്രം ഇഷ്ടം തോന്നിയാൽ പോരല്ലോ, അവർക്ക് ഇഷ്ടം തോന്നണ്ടേ. നോക്കുന്നതിനല്ലേ ഏതെങ്കിലും എംബോക്കി വന്ന് വളച്ചോണ്ട് പോകും. അങ്ങനെ 8 വന്ന് അങ്ങനെ. അണ്ണന്റെ നല്ല മനസ്സ് കാണാതെ പോയോ അത്രയും പെമ്പിള്ളേര്? ഞാൻ പറഞ്ഞില്ലേ കുട്ടി, ഇപ്പം ഇതെന്താ യുവർ പൾസ് ഈസ് നൗ സ്റ്റേബിൾ. ഒരു മിനിറ്റ്, കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിച്ചോട്ടെ. ഇവിടെ നടന്ന ഇവിടെ പറഞ്ഞോ. ഈ പ്രായത്തിൽ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടോ?
ഇവന്മാരെയൊക്കെ നോക്കി നോക്കി എന്റെ ഹെൽത്ത് ഒന്നും എനിക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. നല്ല പ്രായമുണ്ട്. 27 വയസ്സിൽ എനിക്ക് കൊളസ്ട്രോൾ വന്നതിൽ എനിക്ക് അതിശയം ഉണ്ട്, കുട്ടിയെ പോലെ തന്നെ. 20 വയസ്സ് കുറഞ്ഞല്ലേടാ കാക്കു. എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കാൻ റെഡിയാണ്. 1998. വേണ്ട ഞാൻ വിശ്വസിച്ചു. അതെ. അതെ വാസു ഞാൻ എന്ത് പറയാം ഗൈസ്, ഞാൻ വേറെ കാര്യം പറഞ്ഞോട്ടെ. വാസുക്ക് കോച്ച് ഒരു മിനിറ്റ് സമയം തരണം എനിക്ക്. ഓക്കെ അല്ല, കോച്ചിന്റെ കൂടെ വന്നോ, കുഴപ്പമില്ല. ഞാൻ വേറെ കാര്യം പറഞ്ഞോട്ടെ. ഈ സിറ്റിക്ക് വെളിയിൽ നിങ്ങൾ അവരുടെ പേഴ്സണൽ ചാനൽസ് കണ്ട് അവരുടെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആ വീഡിയോ ഇഷ്ടമല്ല, ആ വീഡിയോ അവരുടെ കോണ്ടന്റ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ആർപ്പിക്കകത്ത് കയറുമ്പോൾ എനിക്ക് അവരുടെ അടുത്തൊന്നും വൈരാഗ്യം വിദ്വേഷം ഒന്നും കീപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഫേവറേറ്റഡ് ആയിരിക്കത്തില്ല എന്റെ ഫേവറേറ്റ്സ്, മനസ്സിലായ? അപ്പൊ സിറ്റിയുടെ വെളിയിൽ അവർക്ക് വേറെ ചാനലുണ്ട്, കോണ്ടന്റ് ചെയ്യുന്നവരാണെന്ന് വിചാരിച്ച് ഇതിനകത്ത് വന്നിട്ട് അവർക്ക് പേഴ്സണൽ ഹെയ്റ്റ് കൊടുക്കരുത്. ആർപി കളിക്കുന്നത് എന്റെ ഡിഫറെന്റ് എൻറ്റിറ്റിയാണ്, മനസ്സിലായോ? അവർക്ക് വേറെ ഇതാ. ഇപ്പൊ വെളിയിലത്തെ ഈഗിൾ ഗെയിമിംഗ് അല്ല സിറ്റിക്കകത്ത് പരന്തുവാസം എന്ന് പറയണത്. അപ്പൊ പുള്ളിക്കാരിയൊക്കെ എന്ത് അവരുടെ കോണ്ടന്റ്സ് നിങ്ങൾക്ക് വെളിയിലെ കോണ്ടന്റിന്റെ കാര്യം വന്ന് ഇവിടെ പറയേണ്ട, ചാറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളിക്കാർ റിയാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ റിയാക്ഷൻ ചെയ്യുന്ന അവരുടെ വേറെ കോണ്ടന്റാ. അവരത് കഴിഞ്ഞിട്ട് വേറെ ഗെയിംസ് കളിക്കുന്നുണ്ട്. അവര് രാത്രി എന്തെങ്കിലും സമാധാനത്തിനായിരിക്കും ഈ ആർപ്പിക്കകത്ത് കയറുന്നത്. അപ്പൊ അവരവരുടെ വഴിക്ക് വിടുക. അത് ചാറ്റിൽ അങ്ങനെ ഹേറ്റ് കൊടുക്കല്ലേ പ്ലീസ്. അണ്ണനെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനല്ല, ഞാൻ വേണ്ടി നടക്കുന്നുണ്ടല്ലേ. ഞാൻ വെളിയിൽ സംസാരിച്ചതാണ്, മനസ്സിലായേ? പറഞ്ഞു ദർശന. സിറ്റിയിൽ നിൽക്കും. ഒരു മിനിറ്റ്. 1 2 3 4 5 6 7 8 ദർശനം ഉണ്ടെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞ. ദർശനയുടെ എന്റെ കൂടെ നടക്കാൻ പറഞ്ഞപ്പോ 8 ദർശനം ഒന്നാണ്ടാ. അണ്ണന്റെ കൂടെ നമ്മൾ നടക്കില്ല. എടാ, ഒരു ഗ്യാങ് വാറിന് പോലും തിരിഞ്ഞു നോക്കിയാൽ നിന്നെ കണ്ടിട്ടില്ല. ബോഡി ഗാർഡ് അവന്റെ ബോഡി ഗാർഡ്. வாசு ആ அது ஒன்னே ஒண்ணு நான் பறையறேன். அந்த லெட்டர்ல என்ன எழுதுது தெரியுமாடா? ലെറ്ററിൽ എഴുതലോ? லெட்டர்ல என்ன எழுதி இருந்தது தெரியுமா? ഏത് ലെറ്റർ? ஐயோ அந்த லெட்டர் இன்னும் பாக்கல நீனு. ഇല്ല. அவன் கொடுத்த ஒரு லெட்டர்ல ஃபுல்லா தமிழ் படத்தை எல்லாத்தையும் எழுதி வச்சிருக்காடா. ആര്? ഞാൻ ലവ് ലെറ്റർ ആക്കി കൊടുത്തു വാസോണ്ണ, അത് വായിക്കാൻ പറ. ഒന്ന് തന്നെ എന്റെ കയ്യില്. ஒரு சந்திரா നീ ഇല്ലാമൽ എൻ ജീവിതം അൻപേ ശിവം. നീതാ എന്നോട് തളപതി. അന്നേറിയില്ലേ അണ്ണ വാസു അണ്ണ, അണ്ണനെ കാണാൻ എന്തൊരു സ്റ്റൈലാണ്. പ്ലീസ് അണ്ണ, റെസ്റ്റോറന്റ് വിളിക്കേണ്ടി വരും. അല്ല പ്ലീസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് വെച്ചെറിഞ്ഞാ പോരണ. ഇതൊക്കെ വെച്ച് ഒരാളെ പ്രപ്പോസ് ചെയ്യുന്ന ആരെങ്കിലും ലോകത്ത് അക്സെപ്റ്റ് ചെയ്യോ? ഇതില്ല, ഞാൻ ചുമ്മാ എഴുതിയതാ വാസോണ്ണ. ഞാൻ ചിരിപ്പിക്കാൻ വേണ്ടി എഴുതിയതാ, സന്തോഷിപ്പിക്കാൻ വേണ്ടി, വെറുതെ ഒരു ഹാപ്പിനെസ് ഒക്കെ വേണ്ടേ വാസോണ്ണ ഒരു റിലേഷൻഷിപ്പിൽ. ചുമ്മാ ഇങ്ങനെ സീരിയസ്. ഇത് ഹാപ്പിനെസ് ആയിട്ട് എനിക്ക് തോന്നല്ല. ഇതൊരാളെ ഇറിറ്റേറ്റ് ചെയ്യണതല്ലേ? അവര് ലവ് ലെറ്റർ കൊടുത്താ പിന്നെ ഒരാളുടെ അടുത്ത പുള്ളി വിചാരിച്ചിരിക്കുന്ന പുള്ളി അബ്യൂസ് ചെയ്തതാണ്. ഓ, ഇത് ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല. തൊടുന്നത് മാത്രമല്ല, വെർബൽ അബ്യൂസ് ഇല്ലേ? വെർബൽ അബ്യൂസ്. ആറ്റുപോലെ അമ്മച്ചിയാണ്, ഞാൻ തൊട്ടിട്ടില്ല അണ്ണ. ആവശ്യമില്ലാത്തത് എവിടെ ഞാൻ അബ്യൂസ് ചെയ്തിട്ടില്ല, സത്യം. എന്ത് പറഞ്ഞു ഞാൻ ഇതിനെ മനസ്സിലായി കുട്ടി. കോച്ചിന്റെ സങ്കല്പത്തിലുള്ള ഒരു ബോയ് ഗേൾ ഫ്രണ്ട് ഇതല്ല. ആ എനിക്ക് മനസ്സിലായി. കോച്ചിന് കുറച്ചും കൂടെ ഇണങ്ങിയ നാടൻ ഡ്രസ്സുകളൊക്കെ ഇടുന്നത്. മോഡേൺ ഡ്രസ്സ് കോച്ചിന് ഇഷ്ടമേ അല്ലെന്നാ പറഞ്ഞേ. ആള് കുറച്ച് പറഞ്ഞു ഇത് കുറച്ചു മുമ്പ് എന്റെ അടുത്ത് വന്നിട്ട് നല്ല അഴകാ ഇരിക്കേ, സൂപ്പറാ ഇരിക്കേന്ന് പറഞ്ഞു. സത്യം. എന്നിട്ട് എന്റെ അടുത്ത് മുഖത്ത് നോക്കി പറയുകയും ചെയ്ത് കുറച്ച്. ഞാൻ പറയുന്നില്ല. കുറച്ച് ഒന്ന് പറയണേ പ്ലീസ്. ഒന്ന് പറയണേ. ഈ കാമക്കണ്ണൻ എന്തൊക്കെയാ പറയണെന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിട്ടാ. അത് മോശമാണ് വാസോണ. അണ്ണന്റെ അടുത്ത് പറയുന്നത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഞങ്ങളൊക്കെ ഭയങ്കര വെസ്റ്റേൺ ചിന്തക്കാർ. വളരെ ഭംഗിയുണ്ട്, ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നല്ല പറഞ്ഞു. അത്രേ ഉള്ളൂ. മോശമായിട്ടൊന്നും പറഞ്ഞില്ല. നിർത്ത്. இதெல்லாம் நான் பறஞ்சிருக்கோம்னு நினைக்கிறேன். ഗൈസ്, നിങ്ങൾ ചാറ്റിൽ എന്തിനാ ഗൈസ് ഇങ്ങനെ ലെറ്റർ ഡു ഗൈസ്? ഒരു ആർപി ക്യാരക്ടർ ആയിട്ട് കാണുക ഗൈസ്. ചില്ലാവ് ഗൈസ് നിങ്ങളൊക്കെ. ഇങ്ങനൊന്നും അല്ല. അവിടുന്ന് വരില്ല അണ്ണാ, നിക്കിക്ക് ഞാൻ തരാം.
കോച്ച് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അഭിനയിക്കണതാണോ സാറിലെ വേണ്ട എന്നൊക്കെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അഭിനയിക്കുവാണോ ശരിക്കും? സത്യം അഭിനയമുള്ള ഒന്നും അല്ലടാ. അതിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഒലിപ്പിക്കുക സരളേ മോളെ അങ്ങനെയാണാ? അതാണ് എന്നോട് നേരത്തെ പറയണേ. അല്ല ഞാൻ ഈ കൊച്ചിന്റെ പ്രാക്കൂടെ എനിക്ക് തല കയറ്റി വെക്കാൻ വയ്യ, അതുകൊണ്ടാണേ. ഇല്ലടാ ബട്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നടക്കുമ്പോ സർലേ എന്ന് പറഞ്ഞ് ചെല്ലരുത്. ആ ലെറ്റർ ഒന്നും താ എന്റെ കയ്യില്, ഞാൻ വായിച്ചു നോക്കട്ടെ. ആ ലെറ്റർ പുണ്ടച്ചി എടുത്തിട്ട് പോയിട്ടോ. ആര്? അത് അയ്യർ ഒരു പെങ്കച്ച് തന്ന ലെറ്റർ വേറൊരാളുടെ കൊടുത്തിട്ടിരുന്ന് പറയണ കണ്ടില്ലേ? നാണമുണ്ടോ? നാണം. ഒരാൾ ഇത്ര പ്രൈവസിയിൽ തന്നൊരു സാധനം അത് ഞാൻ പഠിച്ചിട്ടെ പഠിച്ചല്ലേ? ഇപ്പഴാണ് പഠിക്കണേ? നെക്സ്റ്റ് ചന്ദ്രൻ എടുത്ത് അതുക്കപ്പുറം അവ എടുത്ത് ഓ അപ്പൊ കുട്ടി കൊടുത്ത ലവ് ലെറ്റർ ഇവിടെ നാളെ മഞ്ഞപ്പത്രത്തിൽ അഡ്വർടൈസ്മെന്റ് ആയിട്ട് വരും, നോക്കിയോ? ഒരു സംശയമില്ല. മുതുക്കില് പോസ്റ്ററാണത്. അയ്യോ ഇല്ല ഇല്ല, വാസവണ്ണന്റെ ബ്രദർ അല്ല, അങ്ങനെ ചെയ്യൂല. ആര്? ചന്ദ്രനാ? അതെ അല്ലേ? ഇല്ല ഒന്നും ആരോ പറഞ്ഞ അവന്റെ തന്ത എന്ന് പറഞ്ഞ ഒരാളെ പെണ്ണേത്തിന് നോക്കിയപ്പോ എന്റെ അച്ഛനെ പെണ്ണേത്തിന് നോക്കിയെന്ന് പറഞ്ഞ് മുതുക്കി പോസ്റ്റ് അടിച്ചവരാ. ഇതൊക്കെ കിട്ടിയ പിന്നെ പോസ്റ്റ് അടിക്കായിരിക്കും അവരൊക്കെ. അവൻ അറിയാൻ അറിഞ്ഞൂടാത്തടാ. എന്റെ ജീവിതം നായനാക്കിയല്ലേ ഈശ്വര. പിന്നെ? കോച്ച് എന്തൊക്കെ ഗതികേടുകളാണെന്ന് പറയണേ. ഒന്നും പറയല്ലോ കുട്ടി. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഒരു ചോയ്സ് റോങ് ആയി പോയി. ഇവിടെ പലരുടെയും ചോയ്സസ് റോങ് ആണ്. എല്ലാരും കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചറിയുള്ളൂ അതൊക്കെ. പലരുടെയും ചോയ്സസ് ഇവിടെ റോങ് ആണ്. എനിക്കത് അറിയാം. എനിക്കത് ഇത് ചെയ്യാൻ പറ്റും, കാരണം എനിക്ക് റിലേഷൻഷിപ്പിൽ കുറച്ച് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് കുറെ റോങ് ചോയ്സസ് ഉണ്ടായിപ്പോയി. അതുകൊണ്ട് എനിക്കിതൊക്കെ തിരിച്ചറിയാം. ഉടനെ ഓരോന്നൊക്കെ ഇളകി വീഴും. കുട്ടി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഇത് കണ്ട, ഇതൊക്കെ കണ്ട, ഇതിലേക്ക് കണ്ട ഒന്നെടുത്തോ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ് ഒട്ടിച്ചു വെച്ചിരിക്കണില്ലേ? എന്തൊരു നെഗറ്റീവ് മെന്റാലിറ്റിയാണ് എന്റെ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ. ഓ മൈ ഫക്കിംഗ് ഗോഡ്. ഓ മൈ ഗോഡ്, ബാഡ് വേർഡ്. വാട്ട് ഈസ് ദിസ് വാസവണ്ണ? അയ്യോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത്. വേണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം. സരളെ പറ്റൂല. അയ്യോ വിളിച്ചതല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. ആ അങ്ങനെ പറയണം. സരളെ എനിക്കിത് പറ്റൂല, എനിക്ക് എന്റെ ഇതിലുള്ള പെൺകുട്ടി ഇതല്ല. വെറുതെ അതിനായിട്ട് പുറകെ നടത്തരുത്. പെണ്ണ് ശാപമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഗ്യാങ്ങിനെയൊക്കെ ബാധിക്കും. പിന്നെ അതുകൊണ്ടല്ലേ ഇവരുടെ അടുത്തൊന്നും ഞാൻ ഇതൊന്നും ചെയ്യരുതെന്ന് എപ്പോഴും പറഞ്ഞിട്ടുള്ള. പെൺപിള്ളേരുടെ ശാപം നമുക്ക് വേണ്ട. എന്റെ ഒന്നും തലയിൽ ഒരു ശാപമില്ല, ഒരു പെണ്ണിന്റെ ശാപമില്ല എന്റെ തലയില്. ഉടമ്പ് ഫുള്ളാ. എന്റെ മേത്ത് ശാപമുള്ള ഒരു പെണ്ണിന്റെ പേര് പറ. എന്നെ ശപിച്ച ഒരു പെണ്ണിന്റെ പേര് പറ. ഒരു പെണ്ണ്. കൺമണി. ഇതൊക്കെ എന്റെ എക്സ് ഗേൾ ഫ്രണ്ട്സാ. എലി മാത്രം. കൺമണി എന്റെ എക്സ് ഗേൾ ഫ്രണ്ട് അല്ല, കൺമണി എന്റെ പി എ. അത് ശമ്പളം കൊടുക്കാത്തതിനുള്ള ശാപമാണ്, ജീവിതം നശിപ്പിച്ചതിനല്ല. ശമ്പളം കൊടുത്തതിന് മാത്രം ശപിച്ചതാണ്, വേറൊന്നും അല്ലത്. അയ്യോ അത് ശമ്പളം അത് ദർശനം നാലും നോക്കിയേ. ഒരു കമ്പനി നമ്മൾ ഒരാളെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ചിട്ട് അവിടുത്തെ സാധനങ്ങൾ എടുത്ത് മറിച്ച് വിറ്റവൾക്കൊക്കെ ശമ്പളം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ സീരിയൽ പോലെ വന്നിട്ട് ഞാൻ പെണ്ണാന്ന് പറഞ്ഞ എന്നെ ശപിച്ച ആ ശാപം എനിക്ക് കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ശപിക്കാൻ ആർക്കും പറ്റും, പക്ഷെ അതിനൊരു റീസൺ വേണ്ടേ? വാലിഡ് റീസൺ വേണം. ഇപ്പൊ കോച്ചിന്റെ ഇഷ്ടത്തിലുള്ള ഒരു പെൺകുട്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സാറിനെ ശപിച്ചാൽ അതെന്തായാലും കേൾക്കൂല. കാരണം കോച്ചിന്റെ ടേസ്റ്റ് അതല്ലെന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ കോച്ച് പുറകെ നടത്തി ഈ കോച്ചിന് ഹോപ്പ് കൊടുത്ത് വിഷമിപ്പിച്ചിട്ട് ശപിച്ചാൽ അതൊരു ശാപമാണ്. അതാണ് ഞാൻ അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു ശാപം എന്റെ തലയിലില്ല. இன்னும் ஒண்ணுடா, டே 2ல வந்துட்டு லெட்டர்லாம் கொடுத்து இம்ப்ரெஸ் பண்ணிருக்கா.
என்ன சொல்றது தெரியல. ഇത് ബിഗ് ബോസ് ആണോ വാസുവണ്ണ? ഇത് ജീവിതമല്ലേ? ഡേ 1 ഡേ 2 ഡേ 3 ഇത് എന്തിനു മാങ്ങാട്ടി ഇത്? ഇനി രാവിലെ 10 മണി 11 മണി 12 മണി. നിങ്ങളുടെ ഞാൻ ഇന്നലെ മര്യാദയ്ക്ക് ചോദിച്ചാണ് കേട്ടോ, തീരുമാനത്തിലൂടെ പറയാ. രാവിലെ 9 മണി എനിക്ക് അവളെ ഇഷ്ടമല്ല, ഉച്ചയ്ക്ക് ലഞ്ച് ടൈം എനിക്ക് അവളെ ഇഷ്ടമാണ്. ഈ വർത്താനം കൊണ്ട് എന്നെ അടിച്ചെത്തിരിക്കുക. കോച്ചാണെന്ന് ഞാൻ നോക്കൂലേ? ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാവേ. സത്യം ബിഗ് ബോസ് ആയത് ഇഷ്ടം അല്ലെങ്കിൽ അല്ലാതെ പറഞ്ഞു വിടണം. ആണെങ്കിൽ ആരെന്ന് പറഞ്ഞു എവിടെയെങ്കിലും പൊക്കണം. ഇത് കേക്കണ പരിധിയില്ലേ മനുഷ്യര് ഇതൊക്കെ. But yeah, getting to know her, chill. എന്ത് മണി ട്രഫിന്റെ മാപ്പ് പഠിക്കണ? അതുപോലും പഠിച്ചിട്ടില്ല അണ്ണാ. ഇങ്ങനെ സംസാരം കേട്ടോ പറ്റി എന്തോ വാറൊക്കെ കളിക്കാൻ പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ട് 3-5 ദിവസമൊക്കെ വേണം. കോച്ച് ഓടിട്ടാ ഇൻസ്റ്റ. ഞാൻ ഒരു കാര്യം പറയാട്ടാ. പറടാ. ഇനി ഒരു ദിവസത്തോടെ ഈ പെണ്ണിന്റെ അടുത്ത് നിങ്ങളുടെ കാര്യം പറഞ്ഞോണ്ട് വന്നാ ഞാൻ കയറി തൂങ്ങുള്ള കാര്യം പറഞ്ഞേക്കാം. കുട്ടി ആവശ്യത്തിലധികം പെണ്ണേഴ്സുകൾ എന്റെ പേരിലുണ്ട്. അതെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്ക് വന്നതാ, മനസ്സിലായ? ഈ ചന്ദ്രൻ കൊണ്ട് അതൊക്കെയാണ് ദർശന ഞാൻ പറഞ്ഞത്. ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ചന്ദ്രന്റെ കയ്യിലിരിക്കുന്ന ഒരു ചെറുക്കനുണ്ടല്ലോ, മറ്റേ എന്തൊരു സൂര്യബോസ്, ഇതിന്റെ അച്ഛൻ ഞാനായിരുന്നു എന്നായിരുന്നു അലിഗേഷൻ ഈ സിറ്റിയിൽ മൊത്തം. ഞാനത് പ്രൂവ് ചെയ്യാൻ ഞാൻ എവിടെ നിന്നൊക്കെ മുടി പറിച്ചു കൊടുത്തെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്റെ DNA ടെസ്റ്റ് നടത്താൻ വേണ്ടിട്ട്, മനസ്സിലായ? ഞാൻ ലാസ്റ്റിലെ ഇന്നസെൻസ് പ്രൂവ് ചെയ്തതാ. ഇതുപോലെ കുറെ പെണ്ണ് കേസുകൾ ഞാൻ പോലും അറിയാതെ എന്റെ തലയിൽ ഈ സിറ്റിയിൽ പലവട്ടം വന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പലവട്ടം എല്ലാ കോർട്ടിന്റെ മുമ്പിലും പ്രൂവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് ചിലപ്പോ ഇപ്പൊ നാളെ ഇവിടെ നിന്ന് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഈ കുട്ടിയെ നോക്കി എന്നാണ് ഞാൻ സംസാരിക്കുന്നത്. കോച്ച് ഈ ഫ്രെയിമിലേ ഇല്ലത് അപ്പുറത്തെ സൈഡ്. ഇത് വെളിയിൽ നിന്ന് കാണുന്ന മഞ്ഞക്കുയിലും നീലക്കുയിലും ഒക്കെ പറയണമെന്ന് നാളെ ഞാൻ ഈ കുട്ടിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നാണ്. എനിക്ക് അത് കേൾക്കാനാണ് വയ്യാത്തത്. ഞാൻ ഇവിടെ നിന്നോളാം വാസവണ്ണ. എന്റെ ഭാഗത്തൊന്നും അങ്ങനെ ഉണ്ടാകത്തില്ല വാസവണ്ണ. ഞാൻ എന്റെ അച്ഛനെ പോലെ കാണുന്നേ. One down. അച്ഛ അനുഗ്രഹിക്കണം. അച്ഛാ എനിക്കൊരു അച്ഛനില്ലായിരുന്നു അച്ഛാന്ന് വിളിക്കാൻ. ഇപ്പൊ എനിക്ക് അച്ഛനായി. വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് ഇനിയിപ്പോ കോച്ചിന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് സമ്മതിക്കാൻ പറ്റുമെന്ന് എനിക്ക് ബുദ്ധിമുട്ടാണ്.